വചനം 4 വാക്കർത്ഥം. കദ്ദബത് വ്യാജമാക്കി, സമൂദ് ഗോത്രം, വആദുൻ ആദും, ബിൽ ഖാരിഅ മുട്ടുന്ന അഥവാ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ. كذبت ثمود وعاد بالقارعة. സമൂദ് ഗോത്രവും ആദ് ഗോത്രവും ആ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ വ്യാജമാക്കി. വചനം 5 വാക്കർത്ഥം. ഫഅമ്മാ സമൂദു എന്നാൽ സമൂദാകട്ടെ, ഫഉഹ്ലികൂ അവർ നശിപ്പിക്കപ്പെട്ടു, ബിത്താഗിയ അതിരു കവിഞ്ഞ സംഭവം കൊണ്ട്. فأما ثمود فأهلكوا بالطاغية. എന്നാൽ സമൂദ് ഗോത്രമാകട്ടെ ആ അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വചനം 6 വാക്കർത്ഥം. വഅമ്മ ആദുൻ എന്നാൽ ആദാകട്ടെ, ഫഉഹ്ലികൂ അവർ നശിപ്പിക്കപ്പെട്ടു, ബിരീഹിൻ ഒരു കാറ്റുകൊണ്ട്, സ്വർസ്വറിൻ ശരശരയുള്ള അഥവാ ഇരമ്പി വീശുന്ന അതിശൈത്യമായ ഉഗ്രമായ, ആതിയത്തിൻ ഉഗ്രമായ ഊക്കേറിയ അതിരു കവിഞ്ഞ. وأما عاد فأهلكوا بريح صرصر عاتية. ആദ് ഗോത്രമോ ഊക്കേറിയ അഥവാ ശരശരയുള്ള ഉഗ്രമായ ഒരു കാറ്റുകൊണ്ടും നശിപ്പിക്കപ്പെട്ടു. വചനം 7 വാക്കർത്ഥം. സഖറഹ അതിനെ അവൻ കീഴ്പ്പെടുത്തി അഥവാ നിയോഗിച്ചു, അലൈഹിം അവരിൽ, സബ്അ ലയാലിൻ 7 രാത്രി, വസമാനിയത അയ്യാമിൻ 8 ദിനവും അഥവാ പകലും, ഹുസൂമൻ തുടർച്ചയായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ. ഫതറാ അപ്പോൾ നിനക്ക് കാണാം, അൽ ഖൗമ ജനതയെ, ഫീഹ അതിൽ അഥവാ കാറ്റിൽ, അവയിൽ അഥവാ ദിനരാത്രങ്ങളിൽ, സ്വർആ വീഴ്ത്തപ്പെട്ട വീണുകിടക്കുന്നവരായി, കഅന്നഹും അവരാണെന്ന പോലെ, അഅ്ജാസ് തടികൾ, മുരടുകൾ, നഖ്ലിൻ ഈത്തപ്പനയുടെ, ഖാവിയത്തിൻ കടപുഴങ്ങി വീണ. سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. 7 രാത്രിയും 8 പകലും തുടർച്ചയായി അവരിൽ അതിനെ അവൻ അഥവാ അള്ളാഹു നിയോഗിച്ചു. അപ്പോൾ ആ ജനതയെ കടപുഴകി വീണ ഈത്തത്തടികളെന്ന പോലെ അതിൽ വീണുകിടക്കുന്നവരായി നിനക്ക് കാണാമായിരുന്നു. വചനം 8 വാക്കർത്ഥം. ഫഹൽ തറ അപ്പോൾ ഇനി നീ കാണുന്നുവോ, ലഹും അവർക്ക്, മിൻ ബാക്കിയ വല്ല അവശിഷ്ടവും ശേഷിപ്പും. فهل ترى لهم من باقية. ഇനി അവർക്ക് വല്ല അവശിഷ്ടവും നീ കാണുന്നുവോ? ഇല്ല, ഒന്നുമില്ല. 4 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. പെട്ടെന്ന് ഊക്കോടെ വന്ന് ആഞ്ഞുമുട്ടി ഞെട്ടിപ്പിക്കുന്ന ഭയങ്കര സംഭവം എന്നത്രേ അൽ ഖാരിഅ കൊണ്ട് വിവക്ഷ. ഇതും ഖിയാമത്ത് നാളിൻ്റെ ഒരു നാമവിശേഷണമാകുന്നു. സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് ഒരു ഘോര ശബ്ദം അഥവാ അസ്വൈഹ മുഖേനയായിരുന്നുവെന്ന് 11-ാം അധ്യായത്തിലെ 67 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണിവിടെ അത്വാഗിയ അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ആദിൻ്റെ ശിക്ഷയെപ്പറ്റി അള്ളാഹു തന്നെ ഇവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നുവല്ലോ.